നിങ്ങളുടെ അടുക്കൽ നിന്നും എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. അന്നത് പറയുമ്പോഴും പലരുടെ മുഖവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്നൊക്കെ എനിക്കറിയാം ആരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും എന്ന്. ചെയ്യാത്തവരുടെ മുഖവും നമുക്കറിയാം. പക്ഷേ ഒന്നും രണ്ടും പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചവരും എൻ്റെ മുഖത്ത് നോക്കി പാർട്ടിയുടെ വോട്ട് മാത്രമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ അന്ന് പറഞ്ഞു, അതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളൊക്കെ ഒരുപാട് കാലമായി 10-28 വർഷമായി സിനിമയിൽ, നിങ്ങളുടെ വീട്ടിൽ ടിവിയിൽ നിങ്ങൾ ടി വി തുറന്നു വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കാണുന്നത് എന്നെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടന്മാരായിരിക്കാം. പലപ്പോഴും ഞാൻ അച്ഛനായും അപ്പൂപ്പനായും ജ്യേഷ്ഠനായും കടലാസ് പെറുക്കുന്ന ആളായും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ നിന്നും അതൊന്നും പോവുകയില്ല എന്നെനിക്കറിയാം. എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്റെ പാർട്ടി വേറൊരു പാർട്ടിയാണ് എന്ന് വിചാരിക്കുന്ന ആൾ വരെ അവിടെ ചെന്ന് കഴിയുമ്പോ പെട്ടെന്ന് മനസ്സിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അപ്പൊ അവരെ ആലോചിക്കും, ഇന്നസെന്റ് ഇനി ചെയ്യുകയല്ലേ നല്ലത്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടിയത്. നിങ്ങൾക്കറിയാം, 10,72,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എനിക്കെതിരായിട്ട് പോലെ അന്ന് നിന്ന ആള് ജയിച്ചത്. ആ 72,000-ഉം അതിൽ കൂടെ ഒരു 10-13,000 രൂപ എന്നാണ് പറയുന്നത്. 10-13,000 വോട്ടുകൾ കൂടെ എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അത് ചാലക്കുടിക്കാരുടെ മഹത്വമാണ്, അവരുടെ ദാനമാണ്. ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. എനിക്ക് ഈ വോട്ടുകൾ വാങ്ങിത്തന്നതിലും അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്നതിലും എന്റെ തൊട്ടടുത്തതാ നിൽക്കുന്നു ബാക്കിൽ ഒരു വക്കീൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ പ്രിയങ്കരനായ MLA, ആ MLA അദ്ദേഹത്തെ പറ്റി ഇരിഞ്ഞാലക്കുടയിലുള്ളവർ വരെ പറയുന്നു എന്തൊരു നല്ല MLA ആണ്. ഞാൻ അദ്ദേഹത്തിനോടൊരു കാര്യം പറഞ്ഞു, നന്നായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുക, എനിക്ക് ഇത്തിരി റെസ്റ്റ് തരിക, ഞാൻ ഇങ്ങനെ സുഖമായിട്ട്. അപ്പൊ എന്റെ അടുക്ക പറഞ്ഞു, ആ വേഷം കെട്ടൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് തിരിക്കി. എന്തായാലും നിങ്ങളുടെ അടുക്ക ഞാൻ ഇലക്ഷനിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും പൊതുവെ ഒരു ധാരണയുണ്ട്. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് മകന്റെ ചോറൂണ് അല്ലെങ്കിൽ ആള് മരിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് അതിനൊക്കെ ചിലപ്പോൾ വരാൻ സാധിച്ചില്ല എന്ന് വരും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അതല്ലാതെ നാടിന് വേണ്ടിയിട്ടുള്ള ഏത് കാര്യത്തിനും അതിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ നിങ്ങളോട് നിങ്ങൾ കാണിച്ച ഈ സ്നേഹവും അതുപോലെ തന്നെ ഈ താല്പര്യവും ഒക്കെ എനിക്ക് തന്ന വോട്ടും അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.